നമസ്കാരം. ദൂർത്തടിച്ച് ഖജനാവ് കാലിയാക്കിയ പിണറായി സർക്കാർ ഒടുവിൽ കേന്ദ്രത്തിനെതിരെ തിരിയാൻ വേണ്ടി കോൺഗ്രസിന്റെ മുൻപിൽ മുട്ടുമടക്കുന്ന കാഴ്ച. കേന്ദ്രത്തിനെതിരെ ഇനി ഒറ്റയ്ക്ക് മത്സരിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി ധൈര്യമില്ലാത്ത പിണറായി സർക്കാർ ഇനി മുന്നോട്ടു പോകാൻ കോൺഗ്രസിനെ കൂടെ ഒപ്പം ചേർക്കാനുള്ള തത്രപ്പാടിലാണ്. എന്തായാലും കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ തുടർ നടപടികൾ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇന്ന് പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരടങ്ങുന്ന സംഘവുമായാണ് ചർച്ച നടത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിയോടെ ഓൺലൈൻ വഴിയായിരുന്നു യോഗം ചേർന്നത്. സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരുക്കുന്നതടക്കം കേന്ദ്ര നടപടിക്കെതിരെ ദില്ലി സമരത്തിന് CPM തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് ഇത്തരമൊരു ചർച്ച കൂടെ നടത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പിന്തുണ മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കും. ഇടതുമുന്നണി ചർച്ചയ്ക്ക് ശേഷം തീയതി തീരുമാനിക്കാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന CPM നേതൃയോഗത്തിൽ ധാരണയിലെത്തിയത്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പെൻഷൻ തുക ഉൾപ്പെടെ നൽകാനുള്ള സാഹചര്യമാണ്. ഖജനാവ് കാലിയാണ് ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ അപേക്ഷ നൽകിയത്. വിഷയത്തിൽ കേന്ദ്ര ഇടപെടലിനായി കോടതി ഇടപെടണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നതെന്നും ഹർജിയിൽ കേരളം പറഞ്ഞു. അടിയന്തരമായി വിഷയം പരിഗണിക്കണമെന്നും കടമെടുക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കപിൽ സിബലാണ് കേരളത്തിന് വേണ്ടി ഹർജി സമർപ്പിച്ചത്. ഹർജി ഈ മാസം 25-ന് പരിഗണിക്കാൻ ഇരിക്കുകയാണ്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രം പുറത്തിറക്കിയ 2 ഉത്തരവിനെതിരെയായിരുന്നു കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണഘടനയുടെ 131-ാം അനുച്ഛേദം അനുസരിച്ചാണ് ഹർജി. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരടങ്ങുന്ന ബെഞ്ച് ഹർജി പരിഗണിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയം ഭരണാവകാശത്തിൽ കേന്ദ്രം ഭരണഘടനാപരമായി ഇടപെടുമെന്നും അത് തടയണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു കഴിഞ്ഞു. എന്തായാലും പിണറായി സർക്കാർ ദൂർത്തടിച്ച് നടക്കുകയാണെന്ന് ഒരു ദിവസം 10 തവണയെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന പ്രതിപക്ഷവും കേന്ദ്ര അവഗണനയുടെ കാര്യത്തിൽ ഇടത് ഭരണത്തോട് യോജിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്രം കേരളത്തോട് യാതൊരുവിധ വിവേചനവും കാണിക്കുന്നില്ലെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതികരിച്ചിരുന്നു. കേന്ദ്രത്തിനെതിരെ കേരളം ഉയർത്തുന്ന എല്ലാ വാദങ്ങൾക്കുമുള്ള മറുപടി രേഖകൾ തന്റെ കൈവശമുണ്ട് എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന എല്ലാ വിഹിതവും കൃത്യമായി നൽകുന്നുണ്ടെന്നും കേരളത്തിന് ഫണ്ട് ലഭിക്കാത്തത് കേരളം നൽകേണ്ടുന്ന വിവരങ്ങൾ കൃത്യമായി കേരളം നൽകാത്തത് കൊണ്ടാണെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു. മാത്രമല്ല, രാജ്യത്താകമാനമുള്ള പൊതുനിബന്ധനകളിൽ കേരളത്തിന് വേണ്ടി മാത്രം ഇളവ് വരുത്താൻ സാധിക്കില്ല എന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MP-യുടെ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ഇത്. നിലവിൽ 47,762 കോടി രൂപയാണ് കേരളത്തിന് വായ്പാ പരിധിയായി നിയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനേക്കാൾ കൂടുതലായി കേരളത്തിന്റെ മൊത്ത ആഭ്യന്തര ചരക്ക് സേവന ഉൽപാദനത്തിന്റെ 1% കൂടെ വായ്പയെടുക്കാൻ കേരളം ആവശ്യപ്പെടുകയാണെന്നും അത് പ്രായോഗികമല്ല എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു.